എല്ലാവരും ആവശ്യപ്പെടുന്ന ടച്ച് സ്ക്രീൻ 8 ഇഞ്ചുള്ള ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് ഇന്ത്യയിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ കപ്പിലും നമുക്ക് ടോപ്പിൽ വരുന്ന അതേ വീൽ കപ്പ് ഇപ്പം ആ ഒരു സെയിം വേരിയൻറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇമ്പാക്ട് സെൻസിങ് ഡോർ ലോക്ക്, സ്പീഡ് സെൻസിങ് ഡോർ ലോക്ക് അടുത്ത കാര്യം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഓഡിയോ സിസ്റ്റം എല്ലാം ത്രൂ ഔട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിൽ വന്നു. നമുക്ക് ഓഡിയോ സിസ്റ്റം മാത്രമല്ല നമ്മുടെ ഫോൺ കൺട്രോൾ നമുക്ക് ഈ ഒരു കൺട്രോൾ സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രം മതി ഇങ്ങനെ ഫോൾഡ് ചെയ്തൊരു 50-50 ഫോൾഡിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം. പല കളറിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് കിട്ടും. പിന്നെ ബിലോ 10 lakhs തന്നെ ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് റെനോയുടെ 2 വണ്ടികളാണ്. ഒന്ന് നമ്മുടെ കൈഗർ റൈറ്റ് സൈഡ് കിടപ്പുണ്ട്, മറ്റൊന്ന് ഡ്രൈവർ ലെഫ്റ്റ് സൈഡ് കിടപ്പുണ്ട്. ഈ വാഹനങ്ങൾ രണ്ടും നേരത്തെ തന്നെ മാർക്കറ്റിൽ ഉള്ളതാണ്. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ കുറച്ച് മാറ്റങ്ങൾ ഈ 2 വാഹനങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫേസ് ഷിഫ്റ്റോ കാര്യങ്ങളൊന്നുമല്ല, നിലവിലുള്ള വേരിയൻറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വന്നു എന്നുള്ളതാണ്. സാധാരണ ബേസ് വേരിയൻറ്റ് എടുക്കുമ്പോൾ വളരെ ഫീച്ചർ കുറവായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഫീച്ചർ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഫീച്ചർ അല്ല, എന്നാലും നമുക്ക് വേണ്ടുന്ന കുറച്ച് ഫീച്ചർ കാര്യമായി ഓരോ വേരിയൻറ്റിൽ ആഡ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് RXC എന്ന് പറഞ്ഞ ബേസ് വേരിയൻറ്റ്, RXL എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റ്, RXT എന്ന് പറഞ്ഞ തേർഡ് വേരിയൻറ്റ്, RXZ എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റ്, അങ്ങനെയാണ് ട്രൈബറിൽ വരുന്നത്. ഇതിലും 4ലും കുറച്ച് ചെറിയ ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. ട്രൈബറിൽ തന്നെ ആദ്യം നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആയി. അതുപോലെ ഇമ്പാക്ട് സെൻസിങ് ഡോർ ലോക്ക് വന്നു, സ്പീഡ് സെൻസിങ് ഡോർ ലോക്ക് വന്നു. അതുപോലെ തന്നെ നമുക്ക് കീലെസ് എൻട്രി എന്നുള്ള ഫംഗ്ഷൻ കൂടി ഏറ്റവും ബേസ് വേരിയൻറ്റിൽ തന്നെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റാണ്. സെക്കൻഡ് വേരിയൻറ്റിൽ കറക്റ്റ് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ കാണിക്കേണ്ടി വരും. കാരണം അതാണ് ഇൻറ്റീരിയറാണ് മേജറായിട്ട് മാറ്റം വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്ന ടച്ച് സ്ക്രീൻ 8 ഇഞ്ചുള്ള ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് ഇന്ത്യയിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ യൂണിറ്റും കൂടി ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടും. നേരത്തെ ഈ ഒരു വേരിയൻറ്റിൽ ഈ ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു, നോർമൽ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു. അപ്പം അതുകൂടെ അഡീഷണൽ ആയിട്ട് പുതിയതായിട്ട് ആഡ് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തോടൊപ്പം തന്നെ അതിനകത്ത് ആൻഡ്രോയിഡ് ആയിട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത വേരിയൻ്റായ RXCയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ 14 ഇഞ്ച് ടയേഴ്സ് ആയിരുന്നു, അത് മാറിയിട്ട് 15 ഇഞ്ച് ടയേഴ്സ് വന്നു. അതുപോലെ തന്നെ വീൽ കപ്പിലും നമുക്ക് ടോപ്പിൽ വരുന്ന അതേ വീൽ കപ്പ് ഇപ്പം ആ ഒരു സെയിം വേരിയൻറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് RXT എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വരുന്ന ഒരു മാറ്റം. ഇത്രയും മാറ്റങ്ങളാണ്. 3 വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഡ്രൈവറിൽ മാറ്റം വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വിലയിൽ കാര്യമായ മാറ്റം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി അടുത്ത മാറ്റം നമുക്ക് കൈഗറിലാണ്. ഇനി നമ്മൾ കൈഗറിലേക്ക് വരുമ്പോൾ സെയിം വേരിയൻറ്റ് തന്നെയാണ്, ചെറിയൊരു വേരിയേഷൻ ഇടയ്ക്ക് വരുന്നുണ്ട്. RXC എന്ന് പറഞ്ഞ ബേസ് വേരിയൻറ്റ്, RXL എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റ്, RXT ഓപ്ഷണലാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് RXT ഇല്ല, RXT ഓപ്ഷനാണ്. പിന്നെ RXZ, ഇങ്ങനെയാണ് 4 വേരിയൻറ്റ് വരുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ റിയർ ഡോർ പവർ വിൻഡോയാണ്. രണ്ടാമത്തെ കാര്യം ഇമ്പാക്ട് സെൻസിങ് ഡോർ ലോക്ക്, സ്പീഡ് സെൻസിങ് ഡോർ ലോക്ക് അടുത്ത കാര്യം. അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് കീലെസ് എൻട്രി. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ് വന്നിരിക്കുന്ന മാറ്റം. ഇത് RXL എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വേരിയൻറ്റിലാണ് കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 8 ഇഞ്ചുള്ള ടച്ച് സ്ക്രീൻ വന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചറുണ്ട്. പിന്നെ അതും പോരാതെ നമുക്ക് അതിനകത്ത് റിവേഴ്സ് ക്യാമറ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന മ്യൂസിക് സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ RXL വന്നിരിക്കുന്ന അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോ സിസ്റ്റം എല്ലാം ത്രൂ ഔട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിൽ വന്നു. നമുക്ക് ഓഡിയോ സിസ്റ്റം മാത്രമല്ല നമ്മുടെ ഫോൺ കൺട്രോൾ നമുക്ക് ഈ ഒരു കൺട്രോൾ സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയാണ് RXL വന്നിരിക്കുന്ന മാറ്റം. RXC ഓപ്ഷനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോയ് വീൽ മാറിയിട്ട് ഫ്ലെക്സ് വീൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ വേരിയൻറ്റ് വന്നിരിക്കുന്ന മാറ്റം. ഇനി ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടർബോയിൽ മാത്രമാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് കീ സ്റ്റാർട്ട് ഓപ്ഷനാണ്. കീ വെച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇത്രയാണ് ബേസിക്കലി ഈ ഒരു വേരിയൻറ്റിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് കൈഗറിൻ്റെ ഇൻറ്റീരിയറാണ്. ഇത് RXL എന്ന് പറഞ്ഞ വേരിയൻ്റാണ്, സെക്കൻഡ് വേരിയൻ്റാണ്. ഇതിനകത്ത് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നോർമൽ ഒരു സ്ക്രീനായിരുന്നു, അതിനകത്ത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും ബാക്കി ഒരു LED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബിഗ് 7 ഇഞ്ച് ഡിസ്പ്ലേ കിട്ടും എന്നുള്ളത് നമുക്ക് ക്ലസ്റ്റർ സൈഡിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് സെൻട്രലിൽ ഒരു ഡിസ്പ്ലേ വന്നു, 8 ഇഞ്ച് വരുന്ന സ്ക്രീനാണ്, ഫ്ലോട്ടിംഗ് സ്ക്രീനാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ സ്വിച്ചസ് കാണാം. ഡോർ ലോക്ക്, അൺലോക്ക്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഹസാർഡ്, പിന്നെ AC കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗം. ഇതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഒന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഇത് ഓട്ടോമാറ്റിക് വേർഷനാണ് നമുക്ക് കൈറിൽ വന്നിരിക്കുന്നത്. ഇത് ടർബോ വേരിയൻ്റ് അല്ല, നോൺ ടർബോ വേരിയൻ്റ് ആണ്. ഇത് AMD ആണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ട്രാൻസ്മിഷൻ. ഈ ഒരു സെൻട്രൽ കൺസോളൊക്കെ കൈറിൻ്റെ അത്യാവശ്യം വളരെ മനോഹരമായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫാബ്രിക് സീറ്റാണ്, ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേരിയൻറ്റിനെ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം അത്യാവശ്യം എല്ലാ വേണ്ടുന്ന ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിലുണ്ട്. സ്ക്രീനുണ്ട്, അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, നമുക്ക് മാനുവൽ AC ആണ് വരുന്നത്. പിന്നെ സീറ്റിലാണെങ്കിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വേണ്ടുന്നവർക്ക് ക്യാമറ ഓപ്ഷനും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്.
അപ്പോൾ പിന്നെ സേഫ്റ്റി വേണ്ടവർക്ക് ആ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി നമുക്ക്. ഇനി സെക്കൻഡ് റോ ഒന്ന് നോക്കാം നമുക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനുണ്ട്. തൈ സപ്പോർട്ടൊക്കെ ഒരു ഒരു നോർമൽ തൈ സപ്പോർട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. AC വെൻറ്റ് നമുക്ക് ബാക്കിൽ ലിങ്ക് ഉണ്ട്. അത് നല്ലതാണ്, കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ബാക്കിൽ AC വെൻറ്റ് ഉള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അതുപോലെ ഹെഡ് റൂം ധാരാളമായിട്ട് ഈ ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ ട്രൈബറിൻ്റെ RXL എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ ഈ കാണുന്നത്. ഇൻറ്റീരിയറിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ മാറ്റം വന്നു. സ്ക്രീനിനകത്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ ഉണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് നമുക്ക് ഈ ഒരു സിസ്റ്റമായിട്ട് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ്ഗർ സ്ക്രീനാണ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇനി ക്ലസ്റ്റർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നോർമലി ഉള്ള ഒരു LED ഡിസ്പ്ലേയും അതിനായിട്ട് അനുബന്ധമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. വലിയ ടോപ്പ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ അവൈലബിൾ ആണ്. വേറെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് AC കൺട്രോൾ യൂണിറ്റ്സ് കാണാം. ഇവിടെ കൊണ്ടൊക്കെയുള്ള സ്പേസ്, താഴെയായിട്ടൊരു USB-A പോർട്ട്, അതുപോലെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് തുടങ്ങിയ കാണാം. ട്രാൻസ്മിഷൻ സൈഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് അതുപോലെ മാനുവലും രണ്ടും അവൈലബിൾ ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗ്ലൗ ബോക്സിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത്രയാണ് വാഹനത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴും 7 സീറ്റർ ആണ് ഈ ഒരു വാഹനം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോ. സെക്കൻഡ് റോയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം എന്ന രീതിയിൽ ഡ്രൈവർ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ രീതിയിൽ അത്യാവശ്യം സെല്ല് ചെയ്യപ്പെടുന്നുമുണ്ട്. ഓക്കെ, സെക്കൻഡ് റോയിലെ വിഷയം നമ്മൾ കണ്ടു. ഇനി അതുപോലെ തന്നെ ഏറ്റവും തേർഡ് റോയിലെ കാര്യം നമ്മൾ പറയുകയാണ്. തേർഡ് റോ അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് 5 പാസഞ്ചറോ അല്ലെങ്കിൽ 4 പാസഞ്ചറോ ഒക്കെ അപ്പോൾ സെക്കൻഡ് 2 റോ യൂസ് ചെയ്തിട്ട് ബാക്കി ഒരു റോ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം. ഇത് നമുക്ക് 7 പേരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഏറ്റവും തേർഡ് റോ നമുക്ക് കുട്ടികൾക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു ചെറിയൊരു കൺജഷൻ കാര്യങ്ങളൊക്കെ തേർഡ് റോയിൽ വരും. അപ്പോൾ ഈ രീതിയിൽ പോകാം. അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രം മതി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു 50-50 ഫോൾഡിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ്. ബഡ്ജറ്റ് വെഹിക്കിൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും എടുത്തു പറയുന്ന അട്രാക്ഷൻ. ആ രീതിയിൽ മാത്രമേ ഈ ഒരു വെഹിക്കിളിനെ കൺസിഡർ ചെയ്യാവുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് ബ്രാക്കറ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ട്രൈബറിനകത്ത് സെക്കൻഡ് വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ. കാരണം ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് വണ്ടിയിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ഓവറായിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. എഞ്ചിൻ്റെ ആരോടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വായിക്കോട്ടതിൽ നമുക്ക് 1 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് ട്രൈബറിൽ വരുന്നത്. നമുക്ക് എനർജി എഞ്ചിൻ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് മാനുവലും അതുപോലെ AMG ഓട്ടോമാറ്റിക് വരുമ്പോൾ AMG ട്രാൻസ്മിഷനാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുക. ഇതാണ് ഇതിനകത്ത് ആ പടം നമുക്ക് കിട്ടാൻ പറ്റുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ഫേസ് 2 വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു അപ്ഡേറ്റഡ് എഞ്ചിനൊക്കെ വരും എന്ന് നമുക്ക് വിശ്വസിക്കുക. അങ്ങനെ താല്പര്യപ്പെടുന്നു ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും. കാരണം അത്യാവശ്യം മാർക്കറ്റിൽ റിക്വയർമെൻ്റ് ഉള്ള ഒരു വണ്ടിയാണ് ട്രൈബർ. കാരണം 7 സീറ്ററാണ്. 7 സീറ്ററിൽ ബഡ്ജറ്റ് 7 സീറ്റർ എന്ന് തന്നെയാണ് നമുക്ക് ഡ്രൈവറിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ സേഫ്റ്റി റേറ്റിംഗിൽ 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒട്ടും വിസ്മരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഡ്രൈവർ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഡ്രൈവർ തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു ബിലോ 10 lakhs നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം തന്നെയാണ് നമ്മുടെ ട്രൈബർ എന്ന് പറയുന്നത്. ഇനി കൈകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു B സെഗ്മെൻറ്റിൽ വരുന്ന ഒരു SUV എന്ന് വേണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇതിനെ വിശേഷിപ്പിക്കാം. നല്ല ഡിസൈൻ കൺസെപ്റ്റാണ്. അത്യാവശ്യം വണ്ടി വിൽക്കുന്നുണ്ട്. പല കളറിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് കിട്ടും. ഇപ്പം ബ്ലാക്ക് കളറാണ് എനിക്ക് തോന്നുന്നു ട്രൈബറിൻ്റെയും കൈകറിൻ്റെയും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ വരുന്നത്. ഇനി എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. എനർജി എഞ്ചിനുണ്ട്. അതുപോലെ ടർബോ വേരിയൻറ്റ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. എനർജി എഞ്ചിനിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ അതുപോലെ AMD ആണ് ഓട്ടോമാറ്റിക്കലി വരുന്നതെങ്കിൽ ടർബോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് CVT ആണ് ഓട്ടോമാറ്റിക്കലി വരുന്ന ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പം അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മാനുവലിൽ ടർബോ കിട്ടും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ടർബോ കിട്ടും. ഓട്ടോമാറ്റിക്കലി ടർബോ നമുക്ക് CVT ട്രാൻസ്മിഷൻ കിട്ടുമ്പോൾ കുറച്ചുകൂടെ രസകരമാണ് വണ്ടി ഓടിക്കാൻ എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്. സേഫ്റ്റി റേറ്റിംഗിൽ ഈ ഒരു വാഹനം ഒട്ടും പിന്നില്ല. 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിനും. പ്രൈസും നമുക്കൊരു വലിയ ഹെവി പ്രൈസിലേക്ക് പോകുന്നില്ല. ബിലോ 10 lakhs തന്നെ ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. അപ്പം ഏറ്റവും ബേസ് വേരിയൻ്റ് അല്ല, ഒരു തേർഡ് വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻ്റ് ഒക്കെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കുക. ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 12 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഓൺ റോഡ് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഇപ്പം ഈ ഒരു മാസം അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണോ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.